ഇവിടെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയി ചർച്ച ചെയ്യുമ്പോൾ വസന്ത സിറിയക്കെന്ത് ഇടത് നിരീക്ഷകനെതിരായിട്ട് അല്ലെങ്കിൽ സാമൂഹ്യ നിരീക്ഷകൻ എന്ന നിലയിൽ ഇവിടെ വന്ന ആൾക്കെതിരായിട്ട് വലിയ ആക്ഷേപം പറയുകയാണ്. യഥാർത്ഥ അദ്ദേഹം ഞാൻ ഈ ചർച്ച മുഴുവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ, കാണുകയാണല്ലോ, പ്രേക്ഷകർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ശ്രീധരൻ ഇവിടെ എന്താണ് പറഞ്ഞത്? ശ്രീധരൻ പറഞ്ഞതിൽ ഫാക്റ്റായിട്ട് എന്താണ് തെറ്റുള്ളത്? ഏതെങ്കിലും ഒരു കാര്യം ശ്രീധരൻ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുന്ന നിലയിലുള്ള ഒരു ചർച്ച ഇവിടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ആക്ഷേപം ഉന്നയിക്കുക, ബഹളം വെക്കുക, ഞാനിപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയുക അല്ലാതെ വേറൊന്നും പറയാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം 62 ലക്ഷം ജനങ്ങളെ, 62 ലക്ഷം പാവപ്പെട്ട മനുഷ്യരെ ആക്ഷേപിച്ചിട്ട് ആ ആക്ഷേപത്തെ കിടന്ന് വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയല്ലേ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നു ഞങ്ങളുടെ കാലത്ത് പണ്ട് ഇത്ര ലക്ഷമായിരുന്നു, പിന്നീട് വർദ്ധിപ്പിച്ചു എന്നാ പറയുന്നത്. വർദ്ധിപ്പിച്ചിട്ട് എന്ത് കാര്യം? ആ വർദ്ധിപ്പിച്ച തുക നിങ്ങൾ കൊടുത്തോ? ആ വർദ്ധിപ്പിച്ച അത്രയും ആളുകൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിങ്ങൾ കൊടുത്തോ? കൊടുത്തില്ല. 18 മാസം കുടിശ്ശികയായിരുന്നു. ആ 18 മാസത്തെ കുടിശ്ശികയെക്കുറിച്ച് നിങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾക്ക് മുമ്പിലുള്ള കാര്യമാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയത് എന്ന് നിങ്ങൾ എന്താ പറയാത്തത്? എന്തേ നിങ്ങൾ കേന്ദ്രത്തെ ആ നിലയിൽ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്ന് കാണിക്കാത്തത്? 70,000 രൂപയാണ് ഇവിടെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്നത്. ആ 70,000 രൂപ കൊടുക്കുമ്പം നരേന്ദ്രമോദിയുടെ ചിത്രം വെക്കണം എന്നല്ലേ പറയുന്നത്? ഇവിടെയുള്ള പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ ഉച്ചഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം എന്താണ്? ഇവിടെ വിദ്യാഭ്യാസ മേഖല കൊടുക്കേണ്ട ഫണ്ട് കേന്ദ്രം സാധാരണയിൽ കൊടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ കേന്ദ്രവിരുദ്ധമായ നിരവധി കാര്യങ്ങൾ കേരളത്തിലെ ഓരോ കേന്ദ്രത്തിൻ്റെ സമീപനങ്ങൾ കേരളത്തിലെ ഓരോ മനുഷ്യരെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം രാഷ്ട്രീയം എന്തുകൊണ്ട് കോൺഗ്രസ് ചർച്ച ചെയ്യുന്നില്ല? അത് ചർച്ച ചെയ്തതിന് പകരം എങ്ങനെയല്ലോ എല്ലാ വഴിയും സ്വീകരിച്ച് വളരെ കഷ്ടപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെൻറ്റിനെ ഈ നിലയിലല്ലേ ചിത്രീകരിക്കുന്നത്?